ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കമൻസൊക്കെ വരാറുണ്ട്, ഒരുപാട് നല്ല എന്നാലും അത്യാവശ്യത്തിന് കമൻസൊക്കെ വരാറുണ്ട്. ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ വീഡിയോസിനെ കുറിച്ചും ഷോർട്സ് വീഡിയോസിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. ഭയങ്കര എന്താ പറയുക ഹാപ്പിയാണ്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ബിസി ലൈഫിൽ അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ്റെ സമയത്തൊക്കെ ഇല്ലേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, കുട്ടികൾക്ക് ഹറിബറി ലഞ്ച് ഉണ്ടാക്കുമ്പോൾ, ടിഫിൻ പാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റംസാനിൽ വിരുന്നുകാർ പെട്ടെന്ന് ഫുഡൊക്കെ ആയി കിട്ടുമോ, എന്താ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പിന്നെ റംസാനിൽ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര വീക്കായി ടയേർഡായ സമയത്തായിരിക്കും നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല നോമ്പ് തുറന്നു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര മടിയാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ പൊതുവേ എന്ത് പറയും, പുറത്തുനിന്ന് വാങ്ങിക്കാനും സ്നാക്സ് ആയിക്കോട്ടെ, ചില സമയത്ത് മെയിൻ കോഴ്സായിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ, നമുക്ക് ചില സമയത്ത് വിചാരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നുള്ളത്. അത് മടി കാരണമാണ് ഇതൊക്കെ തോന്നുന്നത്. ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ 7.5 കിലോ സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ബാച്ചായിട്ടാണ് ചെയ്തത് കേട്ടോ. 2.5 kg അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പം നമുക്ക് ഈസിയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സവാളയുടെ അല്ലെങ്കിൽ ഉള്ളിയുടെ തൊലിയൊക്കെ കളയണം. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുക. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സവാളക്ക് ഭയങ്കര കരിയൊക്കെയാണ്. പിന്നെ വേനൽക്കാലത്തുള്ള സവാളയാണല്ലോ, അപ്പം ഒരു പൊടി പിടിച്ച പോലെയാണ് സവാള. അപ്പോൾ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് അതിൻ്റെ മൊത്ത് കളയണം കേട്ടോ. ആ മൊത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുമാത്രമല്ല, ഉണങ്ങാനിടുമ്പോൾ നമുക്ക് ഒറ്റയായിട്ട് ഇടണം, അല്ലെങ്കിൽ അത് കൂടി നിന്നാൽ ഉണങ്ങിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, എത്ര നമ്മുടെ ഉള്ളി ഉണങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ മൊത്തം ഒരു നനഞ്ഞൊരു ഫീലിംഗ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, മോശമായിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് മൊത്തം കളയണമെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ 2 ദിവസം വെയിൽ കൊണ്ടാൽ തന്നെ, ഇപ്പോഴത്തെ ഒരു വേനൽക്കാലത്തുള്ള വെയിലാണല്ലോ, ഭയങ്കര സ്ട്രോങ് വെയിലാണ്. അപ്പോൾ 2 ദിവസം കൊണ്ടാൽ സവാള 2 ദിവസം വെയിലിട്ടാൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് ചെയ്തതാണ്, അതും അങ്ങനെ തന്നെയാണ്. മൊത്തമൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് മോർണിംഗ് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വെയിലിടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഫസ്റ്റത്തെ വെയിൽ നല്ലോണം കൊള്ളണം, അല്ലെങ്കിൽ നമുക്ക് അകത്ത് വെച്ചാലും മോശമായിപ്പോൾ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തെന്ന് വെച്ചാൽ കൈയോട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഇടുന്നുണ്ട്. നല്ലോണം തിരുമ്മാൻ പാടില്ല, അതിൻ്റെ ഒണിയൻ്റെ സ്മെല്ല് വരും കേട്ടോ. സ്മെല്ല് മാത്രമല്ല, അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ തിരുമ്മി ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ 5 kg ചെയ്തതാണ് ഈ ഒരു ഡബ്ബയിൽ വെച്ചത്. മറ്റത് 2.5 kg ഡബ്ബയായിരുന്നു നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പോൾ 2 ദിവസം ഞാൻ പറഞ്ഞു വെയിലത്ത് ഉണക്കാനിട്ടാൽ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം അത്രക്കും ചൂടുണ്ട്, വേനൽക്കാലമാണ്. അതുകൊണ്ട് 2 വെയിൽ കൊണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്രൈഡ് ഒണിയൻ ആണ്. അപ്പോൾ ഈ ഡ്രൈഡ് ഒണിയൻ തന്നെ നമ്മുടെ ബേസാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ തന്നെ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ബിരിയാണിക്കൊക്കെ വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഫ്രഷ് ഒണിയൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ബിരിയാണീസിലൊക്കെ ഇടാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് കുറേ ഓയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിന് പകരം നമുക്ക് ലെസ് ക്വാണ്ടിറ്റി ഓയിലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഒണിയൻ പൗഡറാക്കി എടുക്കാം. ഇത് തന്നെ ബ്ലെൻഡറിലോ ചട്നി ജാറിലോ പൊടിച്ചാൽ ഒണിയൻ പൗഡറായി കിട്ടും. അതും നമുക്ക് ഫ്രൈഡ് ചിക്കനിൽ യൂസ് ചെയ്യാം, പിസ്സയിൽ യൂസ് ചെയ്യാം. പിന്നെ അങ്ങനെ ഉള്ള ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഐറ്റംസിലൊക്കെ ഇപ്പോൾ ഒനിയൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രൈഡ് ഒനിയൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. പിന്നെ ഇതിന് 3 അഡ്വാൻറ്റേജസ് ആയിട്ട് ഞാൻ കാണുന്നത്, ഒന്ന് ലെസ് കൺസംഷൻ ഓഫ് ഫ്യൂവൽ,
ലെസ് കൺസംഷൻ ഓഫ് ടൈം ആൻഡ് ഈവൻ ലെസ് കൺസംഷൻ ഓഫ് ഓയിൽ. ഈ 3 സംഭവങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതൊന്ന് അഡാപ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ചേഞ്ചസ് പറയാം കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ഫ്രഷ് ഒണിയൻസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെക്കാൻ പാടില്ല. ഈവൻ പുറത്ത് വെക്കാനും പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാനും പാടില്ല. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും വായിലുള്ളതാണ് ഒണിയൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. ഒണിയൻ കട്ട് ചെയ്താൽ ഫ്രിഡ്ജിൽ മാത്രമല്ല പുറത്തും സൂക്ഷിക്കാൻ പാടില്ല. കാരണം അത് എയർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അത് സൾഫർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. ആ ഒരു കാരണത്താലാണ് ഒനിയൻ അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫൗൾ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ മോർണിംഗ് മൊത്തം ഫ്രിഡ്ജ് ഒരു ഫൗൾ സ്മെല്ലാണ്. ആ ഒരു ബാഡ് സ്മെല്ല് വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്കിപ്പം എമർജൻസി കേസസിലാണെങ്കിൽ ലൈക്ക് സമയമില്ലാത്ത ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഒണിയൻ എന്ത് ചെയ്യാം, മുറിച്ചിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രൈഡ് ഒണിയൻസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഫീഡ്ബാക്ക് അറിയിക്കണേ. എന്നെപ്പോലെ കുറേ വീട്ടമ്മമാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്, ഭക്ഷണമൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, ലാസ്റ്റ് പുതിന ഇലയോ മല്ലിയിലയോ അല്ലെങ്കിൽ സ്പ്രിങ് അനിയൻസോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ മൊത്തമായിട്ട് നമ്മളിപ്പോൾ ഡബ്ബയിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലും പേപ്പർ വെച്ചാലും എങ്ങനെ വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അത് മൊത്തമായിട്ട് കരി പോലെ ആയിട്ടുണ്ടാവും, പച്ച പോയിട്ട് കറുപ്പ് നിറമായിട്ടുണ്ടാവും. അങ്ങനെ പെട്ടുപോയ കുറേ സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രിങ് ഒനിയൻസ് വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒനിയൻ ബാക്കി വെച്ചിട്ട് അത് സോയിലിൽ കുത്തി വെക്കുക, ബാക്കി മുറിച്ചിട്ട് ഉണങ്ങാനിടുക കേട്ടോ. അപ്പോൾ ഒറ്റൊരു വെയിലിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ മല്ലിയിലയും ഇതുപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ പുതിനേൻ്റെ തണ്ടിൽ നിന്ന് ലീഫ് മാത്രം റിമൂവ് ചെയ്തിട്ട് കഴുകിയിട്ട് ലീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഒറ്റൊരു ദിവസത്തിൽ. പുതിനൊക്കെ ഡ്രൈ ചെയ്താലും നല്ല മണമാണ്. ആ ഒരു ഡ്രൈ പുതിന മണക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് മണം തന്നെ അതിന് എന്താ പറയുക ബാക്കിയുള്ളത് പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ആയിട്ട് വരും. നമ്മുടെ ഡ്രൈഡ് ഒണിയൻസിനെ പോലെ ഒണിയൻ പൗഡർ ആക്കാം. അതുപോലെ പുതിന പൗഡർ, കൊറിയാൻഡർ പൗഡർ എന്ന് പറയുന്ന പോലെ, പിന്നെ സ്പ്രിങ് ഒനിയൻസിൻ്റെ പൗഡർ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഈവൻ ഗാർലിക്, ജിഞ്ചർ ഇതൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഗാർലിക്കും ജിഞ്ചറൊന്നും എൻ്റെ അടുത്ത് പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാനിതൊന്നും കാണിക്കാത്തത് കേട്ടോ. അതും ഇതേ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം, അടിപൊളിയാണ്. ലൈഫ് ചേഞ്ചിങ് ഹാക്സ് ആണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു ബൗളിലിട്ട് സൂക്ഷിക്കുകയാണ്. ചെറിയ ചെറിയ ലീവ്സൊക്കെ ചെറിയ ചെറിയ ഡബ്ബയിൽ മതിയാവുന്നുണ്ട്. പിന്നെ ഒനിയൻസ് മാത്രമാണ് ഫോർ ഈസി ഞാൻ ചെറിയ ഡബ്ബയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ആ ഒരു വലിയ ഡബ്ബയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. പിന്നെ നനഞ്ഞ കൈയോടൊന്നും ഇത് തൊടാതിരിക്കുക കേട്ടോ, അത് പെട്ടെന്ന് സ്പോയിലായി പോവും. അത് പിന്നെ ഏത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നനഞ്ഞത് കൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മോശമായി പോകുമല്ലോ. ഇനിയിപ്പോൾ ഞാനിത് ഡബ്ബയിലിട്ട് സൂക്ഷിക്കലാണ്. അപ്പോൾ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ ഈ ഡ്രൈഡ് സംഭവങ്ങളൊക്കെ ഞാൻ ഡബ്ബയിലിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് റംസാനിലേക്ക് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഈ ഡ്രൈഡ് പുതിനയും ഡ്രൈഡ് കൊറിയാൻഡറും ചെറിയൊരു പീസ് ഇഞ്ചിയൊക്കെ വെച്ചിട്ട് കുറച്ച് ലെമണും പിന്നെ സോഡയും ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫ്രഷ് മിൻറ്റ് സോഡ റെഡിയാക്കാം. അടിപൊളിയാണ്. ഫ്രഷ് പുതിന, ഫ്രഷ് കൊറിയാൻഡർ ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഡ്രൈഡ് ഉപയോഗിച്ച് നോക്കിയാൽ. ട്രൈ ചെയ്ത് നോക്കാട്ടോ, അഭിപ്രായങ്ങൾ പറയാം. അപ്പം ഞാൻ എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബറാത്തിൻ്റെ ആ സമയത്താണ് ഞങ്ങൾ ക്ലീനിങ് ചെയ്തതെന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പം ആ ഒരു സമയത്ത് ക്ലീനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിരുന്നു കുക്കിംഗ്.
ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത്, പിന്നെ മാക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ഡ്രൈഡ് സംഭവങ്ങളാണ്. ഈസി ആയിരുന്നു, വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും ഒക്കെ ആകുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് our channel. അസ്സലാമു അലൈക്കും.